ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഈ പുതിയ വർഷത്തിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ സത്യം നിങ്ങളോട് തുറന്ന് പറയാം കേട്ടോ, ഇത് 2025 എടുത്തിട്ടുള്ള വീഡിയോ അല്ല, 2024 എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കാക്കു ഖത്തറിലേക്ക് മടങ്ങിപ്പോയിട്ട് ഏകദേശം 1 മന്ത് ആവാനായിട്ടുണ്ട് കേട്ടോ. കാക്കു പോകുന്നതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്താണ് ഗാലറിയിൽ ഈ ഒരു വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ ഇതായിരിക്കോട്ടെ പുതിയൊരു തുടക്കം എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ ഞാൻ. കാക്കുള്ള സമയത്ത് വൈകുന്നേരമൊക്കെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ അധികം മഞ്ചേരി കേട്ടോ പോകാറുള്ളത്. ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ചില സമയത്ത് വൈകുന്നേരമൊക്കെ നമുക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും വേണ്ടി നമ്മൾ പുറത്ത് പോകുമ്പോൾ അധികം മഞ്ചേരി ആ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ പോകാറുള്ളത്. ഇന്നിപ്പം പോയിട്ടുള്ളത് എൻ്റെ സ്വന്തം നാടായ മമ്പാടേക്കാണ് കേട്ടോ. ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം, നമ്മുടെ ഹൈലൈറ്റ് മാൾ വരുന്നത് മമ്പാട് ടാണ ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാൾ വരുന്ന തൊട്ടടുത്ത് ഹൈലൈറ്റിൻ്റെ തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ, ഹഗ് ആൻഡ് മഗ്. ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു കഫേയാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ള കുറച്ചധികം ഫുഡ് ഐറ്റംസ് തന്നെ നമുക്ക് ഹഗ് ആൻഡ് മഗിൽ പോയിട്ട് ഞങ്ങൾ ടേസ്റ്റ് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അവരുടെ ബർഗറായാലും പല അടിപൊളിയായിട്ടുള്ള ജ്യൂസും കാര്യങ്ങളും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അവരുടെ ഒരു ഫുഡിനൊക്കെ ഞാൻ കണ്ടത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണെങ്കിലും അവരുടെ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം കഴിക്കണതിൻ്റെ പേരെന്താണെന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുവിധം ആളുകൾക്കൊക്കെ അറിയായിരിക്കും. കേക്കിലേക്ക് നമ്മുടെ ഹോട്ടായിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട് കഴിക്കണം കേട്ടോ. അതിൻ്റെ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മൾ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ പോയ സമയത്തായിരുന്നു കേട്ടോ കാക്കുവിനൊരു ചെറിയൊരു കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ കാലിൻ്റെ ലിഗമെൻറ്റിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനിങ്ങനെ ബാൻഡേജൊക്കെ ചുറ്റിയിട്ടാണ് കേട്ടോ നമ്മളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആ സോഫയിൽ ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നടക്കാൻ ആ ഒരു സമയത്തൊക്കെ. കാരണം കാലിന് അത് പറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടോ നമ്മൾ ഈ കഫേയിലേക്ക് പോയത്. അപ്പോൾ പിന്നെ ആ ഒരു ബാൻഡേജൊന്നും അയച്ചു മാറ്റാനുള്ളൊരു സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം കാക്കുനും തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എന്നാൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ നമ്മൾ. ഈ ഒരു കഫേയിൽ നമ്മൾ ആ ചെന്ന സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ ജ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മക്കൾക്ക് എന്തായാലും മുജിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അവരതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്കാണ് പോയത്. പിന്നെ അവിടുത്തെ രാത്രിയൊക്കെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് എല്ലാവർക്കും പിന്നെ പല വെറൈറ്റിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ ഫുഡുകളാണ് ഏതൊക്കെ ടേസ്റ്റാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒരു ഫുഡ് ഓർഡർ ചെയ്യില്ല, എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഓർഡർ ചെയ്യുക. പക്ഷേ ഈ സമയത്ത് ബർഗർ എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ബർഗർ തന്നെ മതി പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ബർഗറാണ് കേട്ടോ അത് ഓർഡർ ചെയ്ത്. ജ്യൂസൊക്കെ നമ്മൾ പല വെറൈറ്റികളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ആളുകളിൽ ബർത്ത്ഡേ ഒക്കെ പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇവിടെ. കേക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടുള്ള ആംബിയൻസാണ്. നമ്മൾ രാത്രി സമയത്തൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു പകൽ പോകുന്നതിലേറെ അടിപൊളി രാത്രി തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയ സമയത്ത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസും വൈബും അടിപൊളിയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ലോങ് ആക്കാനൊന്നും കരുതുന്നില്ല കേട്ടോ. ആർക്കും ലോങ് വീഡിയോസൊന്നും കാണാൻ അത്ര വലിയ താല്പര്യമുള്ള ആളുകളായിരിക്കില്ലല്ലേ. എല്ലാവർക്കും ഷോർട്ടായിട്ടുള്ള വീഡിയോ കാണാനായിരിക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നതുണ്ട് കേട്ടോ. പക്ഷേ ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.